നമ്മുടെ ശ്രീജിത്ത് ഭായി ആറ്റുവഞ്ചിയുടെ മുകളിലിരുന്നുകൊണ്ട് ഒരു പുള്ളി വാകയെ വേട്ടയാടിയിട്ടുണ്ട് കേട്ടോ. ഇതാ പുള്ളി അതിനെ അടുപ്പിക്കുകയാണ് കേട്ടോ. വളരെ കഷ്ടപ്പാടാണ് കേട്ടോ അതിൻ്റെ മുകളിലിരുന്ന് ഒരു മീനെ പിടിച്ച് കരയിൽ എത്തിക്കുക എന്നുള്ളത്. നല്ല ബാലൻസ് ഉള്ളവർക്ക് ഒരാൾക്ക് മാത്രമാണ് അതിൽ. പുള്ളി പിന്നെ സ്ഥിരം അതിൽ കയറിയിരുന്നാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് നല്ല പരിചയമുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ വാകയുടെ വഴിക്ക് പോവുള്ളൂ. എന്തായാലും ഇത് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടി നന്നായിട്ട് ഹുക്കായിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, ശ്രീജിത്ത് ഭായിക്ക് ഇന്ന് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് 2 എണ്ണം കേട്ടോ പുള്ളിയുടെ ഇന്ന് മിസ്സായി പോയത്. അതെ ഒന്ന് മുകളിൽ കണ്ടിട്ട് അല്ലേ? വലുതാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഉണ്ടല്ലേ, ലോഡുണ്ടല്ലേ ചൂണ്ടല്ലേ? അവനെ അടുത്തോണ്ടിരിക്കാൻ കേട്ടോ. ഇപ്പോൾ വരും, മുകളിലേക്ക് വരും. എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. വലിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ, വലിച്ച് അടുപ്പിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പിടിക്കുകയാണ്, തിരിച്ചു പിടിക്കുകയാണ്. ആ ഓ അതെന്നാ അത് അതിന് ഒരു ഇത് ഉടക്കിയ എന്താ കൂടാ? ആഹാ അതെ ആഹാ നന്നായിട്ട് ഹുക്കായിട്ടുണ്ടല്ലേ? അവൻ അടിയിൽ കിടന്ന് ഓടി കളിച്ചോണ്ടിരിക്കാണ്ട്. അവനെ തളർന്നിട്ട് വേണേൽ കയറ്റാൻ പറ്റുള്ളേ. തളരാണ്ട് അവനെ പെട്ടെന്ന് കരയിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല. മറിയടാ അവിടെ കിടന്ന് മറിയടാ. അതിനി എവിടെ ചെകിളയ്ക്കാണോ ഉണ്ടാകണേ? പള്ളയ്ക്കാണ് ഉണ്ടാകണല്ലേ? ഇറക്കാണോ? പുള്ളി അതിനെ കൊണ്ട് ഇത് കണ്ടോ, ആ മരക്കമ്പിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങി തന്നെ. ആ മരമാണെങ്കിൽ ചെറുതായിട്ട് കിടന്ന് ആടുണ്ട്. കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഒരു തെറ്റാലി അവിടെ പോയിട്ടോ മണിക്കൂട്ടാ, താഴ്ത്ത് വീണുപോയി അവിടെ മുകളിൽ നിന്ന്, ആ ഇരിക്കണ കമ്പിൻ്റെ അവിടെ. ഇറങ്ങാൻ പറ്റൂലല്ലോ, അവിടെ ഇറങ്ങിയാൽ വിവരം അറിയും. നല്ല താഴ്ചയുള്ള സ്ഥലമാണേ. ഒരു 5 ആൾ വെള്ളമുണ്ട് അവിടെ.